പ്ലാൻ ചെയ്തത്. ഞാൻ ആലോചിക്കായിരുന്നു നമ്മളീ പെൺകുട്ടികളുടെ ഭാഗ്യമല്ലേ. നമുക്ക് ജീൻസ് ഇടാം, സാരി ഉടുക്കാം, ബൈക്ക് ഓടിക്കാം, കാർ ഓടിക്കാം. അതൊന്നല്ല, വേണമെങ്കിൽ പ്രസവിക്കാം, പ്രസവിക്കാതിരിക്കാം, നമ്മുടെ ചോയ്സ് അല്ലേ. മുടി വളർത്താം, വളർത്താണ്ടിരിക്കാം, പെണ്ണായി ജനിച്ചാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ആൺകുട്ടികള്. എനിക്കൊരു ഡൗട്ട്. എന്ത്? അവരൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയല്ലോ. ആരാണുങ്ങളോ? ഉണ്ടാക്കും. ബിക്കോസ് നമ്മുടെ ടീമല്ലേ ജയിക്കാൻ പോകുന്നത്. ഒരാൾ ജയിക്കുമ്പോ ഒരു തോക്കുന്ന ടീം, ഒരാൾ വേണോന്ന്. നെയിം സേക്കിന് നമുക്കൊരു ടീം തോക്കാൻ വേണമെങ്കിൽ വരാൻ പറഞ്ഞ അവരെ വിളിച്ചേക്കല്ലേ ബോയ്സ് ടീം നെയിം സേക്ക്. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, നെറ്റി ചുരട്ടണം, ആകെ വിയർക്കണം. നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്ങിനകത്ത് താളമടിക്കണ്, തകിട തകിട മേളമടിക്കണ്. കയ്യും കാലും വെറ വെറക്കണ്, പെട്ട പെട്ടക്കണ്, തുട്ടി തുട്ടിക്കണ്. പെരുവിരൽ പെരുത്ത് കയ്യാറാണ്, വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളാണ്. സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ തുപ്പല്ലേ. നന്നായിരുന്നു. ഇതൊക്കെ എങ്ങനെ വിഴുങ്ങാൻ പറ്റുമോ? ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങളെ കൊണ്ട് പറ്റും. അയ്യേ, നമ്മളെ പറ്റില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളൊരു പെർഫോമൻസ് ആയിട്ടാണ് വരേണ്ടത്. ഞങ്ങൾ ഇത്ര അടിപൊളി പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടാണ് എൻട്രി ചെയ്തത്. എന്നാണ് നിങ്ങളുടെ പെർഫോമൻസ്? എന്നായിരിക്കും നിങ്ങൾ പെർഫോം ചെയ്ത് ഞങ്ങളെ കുറിച്ച് പാടി? കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്. അതുകൊണ്ടാണോ നിങ്ങൾ മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തിയിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ കാണിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ മസിൽ പെരുപ്പിച്ച് ഇങ്ങനെ കാണിക്കുന്നവരെ ഇങ്ങനെ കാണിച്ചില്ലേ? താങ്ങിയതാ അതിങ്ങനെ. ആകപ്പാടെ ഇപ്പൊ കൂട്ടത്തില് ലുക്കുള്ള ഒരേ ഒരാള് ഇദ്ദേഹം മാത്രമാണ്. അതെ, ചേട്ടന് പൊളിച്ചു. ചേട്ടൻ കൊള്ളാം. ചേട്ടൻ വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് പോരെ. ചേട്ടൻ ഞങ്ങൾ പറയാണ്, നിങ്ങള് കൂടെ വന്നിട്ട് നിങ്ങൾ എന്ത് മനുഷ്യായി പറയാ? ചെല്ലടാ, വിളിച്ചല്ലേ. ഇത് എത്ര 1 2 3 6 എന്ന് വിളിക്കുമ്പോ അല്ല, ഷിനോദ് അങ്ങനെ എന്താ വിചാരിച്ച മുട്ടുകുത്തിക്കായിരിക്കും. എന്റെ അടുത്ത് പെർഫോമൻസ് തന്നെ കാണിക്കൂ. അടി തമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ, കാശിന്റെ ചാമം തീർന്നടി തീയമ്മേ. തമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ. കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമം തീർന്നടി തീയമ്മേ. മണൽ വാരണ കാലമായടി തീയമ്മേ, കാശിന്റെ ചാമം തീർന്നടി തീയമ്മേ. ഗേൾസ് വേണ്ടി വന്നു കമ്പനി കൊടുക്കാൻ. ചേട്ടൻ നന്നായി പെർഫോം ചെയ്തു. പക്ഷെ നിങ്ങൾ 4 പേരും എന്ത് ചെയ്തു? അതെ. ഞങ്ങള് ഒരു ഉഗ്ര ഐറ്റമായിട്ടാണ് ഇവിടെ വന്നത്. എന്താ? ഞങ്ങൾ എന്തായാലും കേരള തനിമ തുളുമ്പുന്ന വസ്ത്രധാരണയുമായി വന്ന ഭാരതത്തിന്റെ പൗരന്മാരാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദേശഭക്തി ഗാനം, ഇന്നേ വരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ദേശഭക്തി ഗാനം ഇങ്ങനെ പരിപാടിക്ക് കൊല്ലം സുധി ലീഡ് ചെയ്യുന്ന ദേശഭക്തി ഗാനം. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റും ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി
വർണ്ണ ഭൃംഗമായി പറന്നോട്ടെ പറന്നോട്ടെ ഗംഗാ യമുന സംഗമ സമതല ഭൂമി സുന്ദര സുന്ദര ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി സ്വതന്ത്ര ഭാരത ഭൂമി. ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ്. നീ പാകിസ്ഥാനിലുള്ള എളിയ ജയ് ഹിന്ദ് പറ. നേരത്തെ പറഞ്ഞു. ആ, പറഞ്ഞായിരുന്നു. അല്ല ചേട്ടാ ഈ ഗ്രൂപ്പ് സോങ്ങിന്റെ ഇടയിൽ എന്ത് സുധിച്ചേട്ടൻ ഒരാള് ഒറ്റയ്ക്ക് വഴിതെറ്റി പോയല്ലോ. ഏതാ? ഒറ്റയ്ക്ക് എങ്ങോട്ടോ ഒറ്റയ്ക്ക് അവരെ പോയത്. സോളോ ഇടയ്ക്ക് വിട്ടതാണ്. ഞാൻ പാട്ട് നീ ആ, അത് sorry. ചോദിച്ചിട്ടില്ലല്ലോ. ഒറ്റയ്ക്ക് പാടാൻ ഭാരത പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും പാട്ട് അറിയോന്ന്? എന്തായാലും ഇടയ്ക്ക് nice നമുക്കൊരു ഉണ്ടോ? കാര്യം ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടു. ഓക്കെ, ക്ലാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഷോ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ബോയ്സ് വേഴ്സസ് ഗേൾസ് ആണ് ഇന്നത്തെ ഷോയുടെ പ്രത്യേകത. ഓക്കെ, സോ ഒഫീഷ്യലി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. ധാത്രി ദീദി ഇടത് കാൽ മുന്നോട്ട് വെക്കുക, ഇടത് കൈ മുന്നോട്ട് വെക്കുക, ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കൂ. Come on, Padar! Yay! ധാത്രി ദീദി ദമാൻ പടാറില് ഇനി നമ്മള് അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ്. ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ഗെയിം ഇതിനു മുൻപ് പല എപ്പിസോഡുകളിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ഫ്രീസ് ഡാൻസ്. ചുമ്മാ ചിരിക്കണം. സ്റ്റാച്യു പറഞ്ഞ് നിർത്തിയേക്കുവാ. ആണോ? ഇനി ചിരിപ്പിക്കണം. Statue of poverty. Statue of poverty. എന്തായാലും ഞാനൊരു സാമ്പിൾ കാണിച്ചു തന്നാണ്. ഈ പോവർട്ടി ആൾക്കാരുടെ പെർഫോമൻസ് എനിക്കൊന്ന് കാണണം, ഇതിലാരെ ജയിക്കണെന്ന്. ഇപ്രാവശ്യം റൂൾസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഔട്ടായവരെ മാറ്റിയിരുത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ടോട്ടലി 3 റൗണ്ട് ഉണ്ടാവും. 3 റൗണ്ടിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എലിമിനേറ്റ് ആവുന്നവര് മൈനസ് മാർക്കായിട്ട് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരൊറ്റ ആൾക്ക് മാത്രമേ ചിരിപ്പിക്കാൻ വരാൻ പാടുള്ളൂ. നേരത്തെ 2-3 പേരൊക്കെ വന്നിരുന്നു. ഇനി ഒരാള് പ്ലീസ്, അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഗേൾസ്, യുനോ. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ ടീമിനെ വിളിക്കുകയാണ്, ബോയ്സ് ടീമിനെ ഫോർ ഫ്രീസ് ഡാൻസ്. One, two, three, music. Oh. രാവിലെ കാലി കാലി ഡാൻസ് കളി. Hey. चिकनी कमर पे तेरे मेरा दिल फिसल गया. चिकनी कमर पे तेरी मेरा दिल फिसल गया. स्ट्रांगली ये जादू तेरा मुझ पे चल गया. Back, back. तू ये चल गया. ഇത് ഓൾറെഡി ഔട്ടാണ്. ഹലോ, മറ്റേ പുറത്ത് പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ നിക്കണേ. എനിക്ക് പറയാനും മണി എത്രയുണ്ട്? കുഞ്ഞുട്ടി 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 ചിരിച്ച മോനെ. ഒന്നില്ലെങ്കിലും ആ കാരിവാനി വന്നപ്പോ ഞാൻ നാരങ്ങുള്ള തന്നല്ലേ മോനെ. ആ സ്നേഹത്തിൽ കാണിക്കും ഇല്ലാന്ന് ഒരു കള്ളത്തരം കാണിക്കുന്നില്ല. സ്നേഹം മതി. അതല്ല പ്രതീക്ഷ വേറെ ടെക്നിക്ക് ഉപയോഗിച്ചു. ചിരിച്ചു വന്നപ്പോഴേ ചവയ്ക്കട് നിന്നിട്ട് ഫ്രീസ് ഡാൻസ് ആണ്, അണങ്ങാൻ പാടില്ല. പ്രതീക്ഷ അറിയാ ചിരിച്ചു എന്ന് ഇവര് പറഞ്ഞു. അപ്പൊ പ്രതീക്ഷ എന്നിട്ട് ഔട്ടായിട്ട് അവിടെ പോയി. ഞാനൊരു നിഷ്കളങ്കനായി പോയി. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ ഗേൾസ് ടീമാണ്. I invite the girls team onto the stage. One, two, three, music. Come on, come on. Oh, come on, girls. Hey, pato ne paga
इसलिए परखना ഇത് കുത്താട്ടോറാക്കാനോനി കേളിടാ റോക്കണ അംഗ വെയിറ്റിടാ ദിന ഇംഗ വെയിറ്റിടാ അത് വേറൊന്നും അല്ലെന്നോ പോട്ട് പോ. ആ ഇത് കൊണ്ട അടിപൊളി. നമസ്കാരം. ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. ഞാനാണ് ഇന്ത്യയുടെ ചിലങ്ക പോയി, ചിലങ്ക പോയി. മരം ചുറ്റി പ്രേമം കണ്ണ് തുറക്കൂ സ്നേഹ, മുകളിലേക്ക് നോക്കി നിൽക്കാൻ. ഹലോ ഇടക്കൊളിച്ചിരിക്കുന്നടാ. അത് കൊള്ളാം. എടാ ഇത് വെക്കാറും ഒന്നും കൂടാ. മൂക്കൊക്കെ കഥകളിക്കാരെ പോലെ അവള് ഉറങ്ങി എഴുന്നേറ്റ്. അത് നല്ല ബുദ്ധിയാണ്. അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം Sorry. നിങ്ങളെ. ചേട്ടാ ഞങ്ങൾ ഡാൻസ് കളിച്ച് നിന്ന് പോയത് ആ പോസിലായി പോയി. ഞങ്ങളുടെ കുഴപ്പമാണോ? അവൾ അങ്ങനെ നിന്ന് ഫ്രീസ് ഡാൻസ് അല്ലേ? ആ സ്റ്റെപ്പ് തന്നെയായിരുന്നു കളിച്ചോണ്ടിരുന്നത്. എന്ത് സ്റ്റെപ്പും ചെയ്യാ, അത് നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. ശരിയല്ല. ഈ ടീമിൽ നിന്നും 2 പേര് ഔട്ടായി ഫസ്റ്റ് റൗണ്ടിൽ, നിങ്ങളുടെ ടീമിൽ നിന്ന് 2 പേര് ഔട്ടായി, വിച്ച് മീൻസ് ഇപ്പൊ നിങ്ങളുടെ ടോട്ടൽ സ്കോർ 3+3. ഓക്കെ, ഇനിയും 2 റൗണ്ട് കൂടി ഉണ്ട്. അപ്പൊ ബോയ്സ് പ്ലീസ് കം. One, 2, 3, cue music. जश्नबाजी की शाम है, जश्नबाजी की शाम है, क्रिकेट साल पे ठुमके लगाए साल ദൈവമേ, കുഞ്ഞോട്ടി പെട്ട്. ഈ സുധിച്ചേട്ടാ എപ്പോഴും ഇങ്ങനെയാണ്. ഈ കുഞ്ഞോട്ടിയൊക്കെ കണ്ണുറന്ന് വെച്ചേ, എന്നെ കണ്ണടച്ച് വെച്ചേക്കണേ. എല്ലാരും കണ്ണ് തുറക്കൂ. കണ്ണ് തുറന്നു വെക്കുന്ന ചേട്ടാ ചേട്ടാ ഇവിടെ ഇവിടെ നോബിച്ചാട്ട് ഓൾറെഡി ചിരിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വേണ്ട. ഇപ്പൊ ഞാൻ തൊട്ടോക്കട്ടെ. എനിക്ക് തോന്നുന്നു മൂക്കിന് നീളം ഉണ്ടെന്ന്. ഒന്ന് ശ്രമിച്ചോട്ടെ പ്ലീസ്. ഞാൻ തൊട്ടോക്കട്ടെ. ചിരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ തമാശ. നേരത്തെ ഡാൻസിന് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് അത് വളരെ മോശമായി പോയിട്ടോ. മുണ്ടൊക്കെ പൊക്കി കെട്ടിയിട്ട് കുനിഞ്ഞ് നിന്നിട്ടുള്ള പരിപാടി ശരിയായില്ല. എന്താ നോബിച്ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്നെ മുഖം നോക്ക് നോബിച്ചേട്ടാ. എന്താ ഇങ്ങനെ? അപ്പൊ ഈ റൗണ്ട് കഴിയുമ്പോ ബോയ്സിന്റെ സ്കോർ 4. ഗേൾസ് അടുത്ത റൗണ്ടിന് വരൂ. റെഡി, 1, 2, 3, ആക്ഷൻ. ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ്. പ്രേക്ഷകരെ
എന്നെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചാവും പറ. ഈ കടപ്പുറത്തുണ്ട് എന്നെ കാറ്റുകൊള്ളാൻ ഇരുത്തിയാണ് പാർവതി ചിരിച്ചു. പാർവതി ചിരിച്ചു. പാർവതി ചിരിച്ചു. എന്റെ അടുത്ത് പറ പറ എന്റെ അടുത്ത് സത്യത്തിൽ ഇവിടെ വേണം ആ, ചിരിച്ചു, 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 ചിരിച്ചു. പാർവതി പോയി വാ. അളിയാ, അടുത്ത, 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 ഇവിടെ നിന്ന്. അടുത്ത തമിഴ്നാട്ടിൽ രാജാവ് രാജാവ് இந்த குற்றத்துக்கு இந்த விளக்கில தூக்கி போட்டு തൊടാൻ പാടില്ല തൊടാൻ പാടില്ല കൈ. ആ, ചിരിച്ചു, 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 ചിരിച്ചു. അടുത്ത ഇറങ്ങി. ആ, ആ. இன்றைய கரையில் அடி சிரிக்கிறது Yay! ഇനി വരാൻ പോകുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട്. ഇതിലും കൂടി നിങ്ങൾ വിൻ ചെയ്യുകയാണെങ്കിൽ ബോയ്സ് നിങ്ങൾ ലീഡിംഗ് ആണ് ഇപ്പൊ. ഓക്കെ, സോ ഗേൾസ് ഞാൻ ബോയ്സിനെ വിളിക്കാൻ പോണ. ബോയ്സ് കം ഓൺ. മ്യൂസിക്. ഒരാൾ പൊയ്ക്കോളൂ. ഇത്രയും സുന്ദരനായ ഒരു ചേട്ടനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. നോവി ചേട്ടൻ, Beautiful, beautiful. യ്യോ, ചേട്ടന്റെ മുഖം എല്ലാ രസവും അറിയാം. അനങ്ങി ഞങ്ങള് കണ്ടു. മൈക്കിൽ സംസാരിക്കും കുട്ടി. പ്ലീസ് പ്ലീസ് ആരെങ്കിലും ഒന്ന് ചിരിക്കി. ചേട്ടാ 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 നരസിൻ ചേട്ടാ കണ്ണു തുറക്കൂ. ഹലോ ഹലോ നോവി ചേട്ടാ നോക്ക്. ഛേ. ആ പോയി രാമൻ ചേട്ടാ പോയി. ആ പോയി. രാമൻ ചേട്ടാ പോയി തലയാട്ടി. ഔട്ടായി ഔട്ടായി. ഞങ്ങൾ എല്ലാരും ഔട്ടാക്കി. എന്റെ ചെവിയിൽ തലയാട്ടി. ആദ്യമേ അടിയതാ. വേറെ സ്വകാര്യം എന്താണ് പറയുന്നത്? കൂടി വലിയ ബാഹുബലി. ചേട്ടാ സോ ഗേൾസ് ഇത് നിങ്ങളുടെ ഫൈനൽ റൗണ്ട് ആണ്. ബോയ്സിന് ഈ റൗണ്ടിൽ കിട്ടിയിരിക്കുന്ന സ്കോർ 4 out of 5. എന്തായാലും നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസിൽ ഫോക്കസ് ചെയ്യൂ. ഗേൾസ് പ്ലീസ് കം. ഗേൾസ് ടീം കം ഓൺ. പ്ലീസ് ഗേൾസ് കം ഓൺ. സീരിയസ് ആയിട്ട് നിൽക്കൂ. ജനങ്ങൾ ചിരിച്ചു കഴിഞ്ഞു. അമ്മ മതി ഇനി ചോറ് അമ്മ ചിറങ്ങ എണീറ്റോ കഴിഞ്ഞ്. അത് വീണ് പോയി അവിടെ ദോ ഇരിക്കുന്ന ആ ഓറഞ്ച് നമുക്കായിട്ട് പാർവതി കണ്ണ് താഴ്ത്തു വെക്കാൻ പറ്റില്ല. കണ്ണ് സ്ട്രൈറ്റ് വെക്കണം. മോശമാണ്. അത് മോശമാണ്. ക്യാമറ ചിരിക്കണ്ട. ആ കൊച്ചു ചിരിച്ചു. ചുമ്മാ പാച്ച് ഇവര് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേവരെ അറിഞ്ഞൂടെ. നീ ചെവി പറയടാ. നിന്നെ പറഞ്ഞ നിന്നോട് പറഞ്ഞ കാര്യം ചോദിക്കടാ. സത്യം നീ സത്യം പറഞ്ഞേ. നീ കാണുത്തന്നെ. ചിരിച്ചു ചിരിച്ചു. പാവം കല്യാണമായ കൊച്ചാണ് ചിരിപ്പിച്ചത്. ഇനി
ചിരിക്കണ്ട, ഇവിടെ എല്ലാരും ചിരിച്ചു, ഇവിടെ തീർന്ന്. ഞങ്ങൾ തന്നെ ജയിച്ചു. ഇനി ചിരിച്ചാലും ചിരിച്ചില്ലെങ്കിലും ഞങ്ങൾ തന്നെ ജയിച്ചു. ഇതിന് ഒന്നിന് പോണോ അതോ 1 രൂപ വേണം വെച്ചാൽ പോപ്പറ ഒരു കവർ ചെയ്തു. സ്റ്റെപ്പി ഔട്ട്. ഇതാണോ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്ത റൗണ്ട്? അമ്മേ, ആ കാണുന്നത് ചന്ദ്രനാണോ അതോ സൂര്യനാണോ? അപ്പൊ അമ്മ അത് തേങ്ങ പിന്നെ തെങ്ങിന്റെ വെള്ളം നോക്കിയിട്ട് അവളുടെ കാല് വേദന. ഇറാനിയുടെ പൊറോട്ട എടുത്തോണ്ട് പോകും. പിന്നെ ബാക്കപ്പ് കഴിഞ്ഞാൽ ഇനിയിപ്പോ കുമ്പളക്ക് ചെന്നാലേ പുട്ടും ബീഫും കിട്ടുള്ളൂ നിനക്ക്. ഇത് ചിരിക്കാത്തല്ല, അല്ല അവൾ ഓൾറെഡി പൊറോട്ട പാക്ക് ചെയ്ത് പൊറോട്ട തൊണ്ടേ കുരുങ്ങിയത്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ നോബി, ഇങ്ങോട്ട് വരൂ. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളോട് 100 വട്ടം ഞങ്ങൾ പറഞ്ഞു വന്ന ആള് പിന്നെയും വരാൻ പാടില്ല. അതെ, നേരത്തെ എന്നെ വിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ പിന്നെയും വന്നു? ഞങ്ങളിപ്പോ അങ്ങനെയൊക്കെയാണ്. ഒരു പ്രാവശ്യം കൂടി തരണം. Excuse me. ഇല്ല അങ്ങനെ അല്ല. നിയമം പറഞ്ഞപ്പോ ഇതിന്റെ നിയമം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞതേ ഇല്ല. എന്നെ വിട്ടില്ല, പേളി. ഞങ്ങള് പറഞ്ഞു അങ്ങനെ നിയമമുണ്ട്. അതൊന്നും പറയാൻ അങ്ങനെ ഒരു റൂൾ പേളി. അത് പറഞ്ഞില്ല, പേളി പറഞ്ഞില്ല. ഇവിടെ വാ. അതെന്താന്നറിയോ? നീ പിന്നെ എന്താണ് എന്നെ വിടാതിരുന്നത്? 8ാമത്തെ റൗണ്ടിൽ പറഞ്ഞോ? നമുക്ക് പോയി ചിരിപ്പിക്കാം. വാ. വേണ്ട, ചിരിപ്പിക്കണ്ട. ഇവിടെ വന്ന് പറയാനോ ഇവളെ കൂട്ട് ഇതോടെ ബോയ്സ് ടീം ലഭിച്ചിരിക്കുന്ന മാർക്ക് 11 out of 15. ഗേൾസിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 7. ധാത്രി ദീദി ധമാർ പടാറില് ഇനി അടുത്ത ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ദ ഗാഗിൾ സോങ്. ഓക്കെ, അതായത് ഇറ്റ്സ് പ്രിറ്റി മച്ച് ലൈക്ക് ഡംപ് ഷോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരാള് ഈ ടീമിലേക്ക് പോകും. എന്നിട്ട് ഇവര് അയാളുടെ ചെവിയില് ഒരു പാട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇദ്ദേഹം മുന്നിലേക്ക് വരുന്നു, ഈ ഗ്ലാസ് നിന്ന് വെള്ളം എടുക്കുന്നു, വായല് ഇങ്ങനെ എടുത്തിട്ട് ഈ ഗോർഗിളിയില്ലേ അങ്ങനെ ചെയ്തോണ്ട് ഈ പാട്ട് പാടണം. പാടുമ്പോ നിങ്ങൾ ആ പാട്ട് ഏതാന്ന് ഗസ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ഗസ് ചെയ്യുന്ന ടീമാണ് വിന്നർ ആവുക. 3 ചാൻസസ് ഉണ്ട്. 2 ടീംസിനും 3 ചാൻസ് വീതമുണ്ട്. ഓക്കെ, സോ പാട്ട് നല്ല ഫേമസ് ആയിട്ടുള്ള പാട്ടായിരിക്കണം, മലയാളത്തിലായിരിക്കണം പാട്ട് ഉണ്ടാവേണ്ടത്. ഇത് രണ്ടുമാണ് നിർബന്ധമായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആരാണ് ബോയ്സ് ടീമിന് ആദ്യം വരാൻ പോകുന്നത്? ഞങ്ങളുടെ ക്യാപ്റ്റൻ നെൽസൺ ചേട്ടൻ. Come on, come on. ചെന്നിട്ട് മൂക്കി കിടക്കെ വെള്ളം വരുത്തിട്ട് വാങ്ങാം. എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് അവർ ചൂസ് ചെയ്തിരിക്കണേ. അപ്പം നെൽസൺ ചേട്ടാ, ഇതാ വെള്ളം. ഇത് വെള്ളം അറിയാണ്ട് നമ്മൾ വിഴുങ്ങുവാണെങ്കിൽ കൂടുതൽ റീഫിൽ ചെയ്യാം. ഓക്കെ, One, 2, 3, start. ഇവിടെ നിൽക്കണം പാടിക്കോളൂ. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളികൊത്ത പൂമ്പഴമേ. സൂപ്പർ ഗൈസ്, ഈ പാട്ട് ഇനി ഒന്ന് പാടി കേൾപ്പിക്കാവോ? 1-ാം കിളി 2-ാം കിളി 3-ാം കിളി 4-ാം കിളി 1-ാം കിളി 3-ാം കിളി 1-ാം കിളി 4-ാം കിളി അങ്ങാതിരെ കിളി അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്ത കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്ത തേൻപഴമേ കിളിത്തുണ്ടിൽ പുതിരി മുത്താക്കി പീലെന്നെ കാത്തുവച്ചു. ഓക്കെ, ഇനി ഗേൾസ് ടീം ആരാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട്? Come on.
അവരുടെ ഫ്രണ്ടിലുണ്ട്, ആരും ഒന്നും പറഞ്ഞില്ല. ഒരു ക്യാമറ ക്ലോസ്. സാധിക്കിനെ കൊണ്ട് സാധിക്കും. 1 2 വായിൽ വെള്ളം വെച്ചിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. വായിലെടുത്തോളൂ. വെള്ളത്തിന്റെ അളവ് നോക്കുക അവസാനം കേട്ടോ, പാട്ട് ഈക്കലാണെങ്കിൽ. 1 2 3 സ്റ്റാർട്ട്. പാടാവേ. മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ? മലയാളം മതി. പാടാം. ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ കാസറ്റ് ഒരുങ്ങിയത് അവര് ചിരിക്കുമ്പോ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞങ്ങളെ ശ്രദ്ധിക്കണം. ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അലറൽ, അതാണ് പാട്ട്. ആന അലറലോട് അലറൽ. പുതിയ പാട്ടാണോ? പുതിയ പാട്ടാണോ? മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ആരുടെ പടത്തിലുള്ള? അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതിലെ നടന്റെ പേര് ഞാൻ ചോദിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് ഗസ് ചെയ്യാൻ പാടുള്ളൂ. വേഗം വേഗം വേഗം. ടൈം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കമോൺ. 1 2 ആ ട്യൂൺ പിടിക്ക്. 1 2 3 സ്റ്റാർട്ട്. സോറി, ടൈം ഔട്ട്. ആ പാട്ടിനി ഒന്ന് പാടി കേൾപ്പിക്കും. പാടിക്കോട്ടെ. ഏത് പാട്ടായിരുന്നു ആ പാട്ടൊന്ന് പാടിക്ക്. ഞാൻ ആ പാട്ട് എന്നെ ഇവിടെ നിന്ന് ഓടിക്കും. എനിക്കറിയില്ല സത്യമായിട്ടും. ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ ശരി, ഫസ്റ്റ് റൗണ്ടില് വിജയിച്ചിരിക്കുന്നത് ബോയ്സ് ആണ്. നല്ലൊരു കൈഡി. ഇനി അടുത്ത റൗണ്ട് ബോയ്സ് ടീം ആരാണ് വരാൻ പോകുന്നത്? അനിൽകുമാർ. ഹായ്, വരൂ. വന്നാട്ടി. പെട്ടിടാമാരും ആപത്തിൽ ഒരു കൈസായമെങ്ങും ഇല്ലാതെ ചിലർ ഞാൻ വളരെ നീറ്റായിരുന്നു. കുടിക്കൂ. അടിപൊളി പാട്ടാണ് ഇദ്ദേഹം പാടാമെന്ന്. ഈ പാട്ട് ഇങ്ങനെയും പാടാന്നുള്ളത് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഫ്രഷ് ക്ലാസ് ആണ്. പിടിച്ചോളൂ. മറ്റേ കുട്ടി ചെയ്ത പോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. ഓക്കെ, റെഡി? വെള്ളം വായിൽ വെച്ചതിന് ശേഷം സ്റ്റാർട്ട് പറയാം. 1 Subhash. 1 2 3 4. പാടുകയായി വീണ്ടും രാമകഥ ഗാനലയം മംഗളം. 2 സെക്കൻഡിലാണ് അവര് പാടിയത്. 2 സെക്കൻഡ്. ഇപ്പൊ നമ്മുടെ സ്കോർ 2-0. ഗേൾസ് കം. ആരാണ് വരുന്നത്? Come on. വാശിയേറിയ മത്സരമാണ്. Come on girls. One, two, silence. Start.
മനസ്സിലാവുന്നില്ല. ഒന്നും കൂടി. ഏതോ വാർമ കഴിഞ്ഞു മന്ദാര ചെക്കുണ്ടോ? കണ്ണ് കേക്ക് കേട്ടിട്ട് പാട്. എത്രയോ ജന്മം. ഒന്നും കൂടി. 1 2 3. അവള് പാടുന്ന കറക്റ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്ന. കേക്ക്. ഒന്നും കൂടി. ആ ട്യൂൺ കിട്ടിയ 1 2. ടൈം ഔട്ട്. പാട്ട് പാടട്ടെ? പാടണോ? പാട്ട് പാടട്ടെ? നീ ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കും. അവക്കറിയാം പാട്ട്. വേണ്ട, എനിക്ക് രണ്ടുപേരെ അറിയുള്ളൂ. ദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ ഹൃദയവനിയിലെ ഗായികയോ യവന കഥയിലെ നായികയോ അഴകിന്റെ ആത്മാവിൽ അനുദിനം വളരുന്ന നമ്മുടെ സ്കോർ 2-0 ഗേൾസ്. ഇറ്റ്സ് ഓക്കേ. നമ്മുടെ അടുത്ത ചാൻസിനായിട്ട് ബോയ്സ് ടീം ഇന്ന് ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് അലിയ കമാൺ. യെസ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കല്ലേ അളിയാ നീ? അത് ടെൻഷൻ കയറിട്ട് സ്പിരിറ്റ് ഒന്നും പറഞ്ഞു മൈക്ക്. പറഞ്ഞിട്ട് പാടി കേൾപ്പിച്ചല്ല, നമ്മക്കറിയാന്നുണ്ട് തോന്നുന്നത്. പാടിക്കോ. ആ പാട്ടറിയാവോ അളിയന? ആ പാട്ടറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണമെന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. അപ്പൊ പാടിക്കോളൂ. വേറെ വല്ല പാട്ടുണ്ടോ നിങ്ങളില്? വേറെ പാട്ടുണ്ടാന്നൊക്കെ. ഇത് ഞങ്ങൾ നിങ്ങൾ വേണ്ടി ചിലപ്പോ മിക്കവാറും പറയൂല. 1 2 3 സ്റ്റാർട്ട്. ഗാർഗിൾ ചെയ്യണം. ഗാർഗിൾ. എനിക്കിനി ആ മൈക്ക് വേണ്ട. അത് കുടിച്ച ഞാൻ ഒഴിച്ചു വെള്ളത്തിന് ക്ഷാമമില്ല. 1 2 3 ഇവന് വെള്ളം പിടിച്ചു നോക്കിയാൽ കഴുത്തില്ല. ചേട്ടാ 1 2 3 സ്റ്റാർട്ട്. ടൈം ഔട്ട്. ഏതായിരുന്നു ആ പാട്ട്? അനുരാഗമായി. ആ പാട്ടിന്റെ ഒരു 4 വരിയെങ്കിലും അറിഞ്ഞിരിക്കണം. ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേണമെന്നല്ലേ? വെള്ളിത്തിര പൃഥ്വിരാജ് വെള്ളിത്തിര. അവര് അതൊക്കെ എത്ര വർഷമായ സിനിമ? പിന്നെ മറ്റേ ഓക്കെ. സ്കോർ 2-0 ആണ്. ആരാ വരാൻ പോകുന്നത് ഇപ്പൊ ഇവിടുന്ന്? ഒരു മാർക്കെങ്കിലും വാങ്ങിക്കുക അറ്റ്ലീസ്റ്റ്. മൈക്ക് മാറ്റി വെച്ചിട്ട് പാടും. ആ മൈക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേൾക്കണം.
One. Time out. Yes, it's over. മലരമ്പൻ വളർത്തുന്ന കന്നിമാനേ നെരുക്കിയാൽ മെരുങ്ങാത്ത കസ്തൂരിമാനേ സാരില്ല, സാരില്ല. നന്നായി കളിച്ചു. ബോയ്സ് ടീം വിൻ ചെയ്തിരിക്കുന്നു ഈ ഗെയിമില്. സത്യം പറയാലോ, നിങ്ങളൊരു ടഫ് കോമ്പറ്റീഷൻ ആണ് ഇവർക്ക് കൊടുത്തത്. ഇവർക്ക് 0 ആണ് കിട്ടിയിരിക്കുന്നത്. 0. പട്ട 0. നിങ്ങൾക്ക് 2 ആണ് നിങ്ങളുടെ സ്കോർ. ഞങ്ങൾ വിട്ടുകൊടുത്തത്. ഓ അത് മാനാന്ന് പോലും മനസ്സിലായി. മനസ്സിലാവണില്ല. എനിവേ, ഈ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈഡി ഫോർ ദ ബോയ്സ് ടീം. വളരെ രസകരമായിട്ടുള്ള കഥകൾ നമ്മുടെ ലൈഫിൽ നടക്കും, സ്റ്റേജിൽ നിൽക്കുമ്പോൾ നടക്കും. എന്താ പറയാ, അമളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വല്ല അവസ്ഥകൾ നമ്മുടെ നെൽസൺ ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇവിടെ POC എന്ന് പറഞ്ഞാൽ ഇവിടെ POC നമ്മുടെ രൂപതകളെല്ലാം കൂടെ മത്സരത്തിന് ഇവിടെ വരും. എല്ലായിടത്തും ഫസ്റ്റ് കിട്ടിയവരെല്ലാം കൂടെ ഇവിടെ വരും. ഈ POC വരും. POC വന്നിട്ട് എറണാകുളത്ത് ഞങ്ങളുടെ ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങളെടുത്ത് ദിശാഭരണത്തിന് എന്തെടുത്തെന്ന് വെച്ചാൽ ഒരു ഗുഹ ഇങ്ങനെ ഭയങ്കരമായിട്ട്, എന്നിട്ട് പാറ, എന്നിട്ട് ലൈറ്റ് സൗണ്ട് ഇടുമ്പം പാറ രണ്ടായിട്ട് കൊളുത്ത് ഇളകും, പാറ രണ്ടായിട്ട് ഇങ്ങനെ നീങ്ങും. യേശു ആദ്യം രണ്ട് മാലാഖമാര് ഇങ്ങനെ ഇറങ്ങി ഈ ഗുഹയൊക്കെ ഇറങ്ങി ഇങ്ങനെ സൈഡിൽ മാറി നിൽക്കും. ഈ മാലാഖ ഇങ്ങനെ വന്ന് ഈ സൈഡിലും വന്ന് ഇങ്ങനെ നിൽക്കും. നടുക്കൂടെ യേശു ഇങ്ങനെ വരും, ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കും. ഇത്രയേ ഉള്ളൂ. പുകയൊക്കെ ആയിട്ട് അതാണ് സംഭവം. ഞങ്ങളുടെ ചേട്ടൻ ഈ തെർമോക്കോൾ വെച്ച് ഇങ്ങനെ വലിയൊരു ഗുഹയൊക്കെ ഉണ്ടാക്കി. തെർമോക്കോൾ കൊണ്ട് തന്നെ 2 പാറയുടെ കഷ്ണം അതിനകത്ത് പെയിന്റ് ചെയ്ത് പാറയൊക്കെ കറക്റ്റായിട്ട് വരച്ച്. അപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ട് അവിടെ പുല്ലൂരിൽ ഞങ്ങളെ നയിക്കാനായിട്ട് വന്നേ, രൂപതയിൽ നിന്ന് വന്നേ. ആ സിസ്റ്റർ ഞങ്ങളുടെ ചേട്ടനുമായിട്ടൊക്കെ ഭയങ്കര കമ്പനി ആയിരുന്നു. സിസ്റ്ററുമായിട്ടൊക്കെ പിന്നെ അപ്പോൾ ഇങ്ങനെ റെഡി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ ചേട്ടൻ. അപ്പോൾ സിസ്റ്ററിന് ഞങ്ങളുടെ ചേട്ടനോട് ഒരു ആരാധന എന്ന് വെച്ചാൽ ഇതൊക്കെ ഇത്രയും കറക്റ്റായിട്ട് ഉണ്ടാക്കി ഇതെല്ലാം കറക്റ്റ്. ഹെർബർട്ട് എന്ന പേര്, ഹെർബർട്ട് ഒരു കീടിനാന്നുള്ളൊരു സംഭവമാണ് അവർക്ക്. അച്ഛൻ അതനുസരിച്ച് സിസ്റ്ററിൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കൂ. ഭയങ്കര കമ്പനിയായി. അങ്ങനെയൊക്കെ സെറ്റപ്പ് ആയതിനു ശേഷം ഞങ്ങൾ ഇവിടെ മത്സരത്തിന് വരികയാണ്. ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കും. അപ്പോൾ ഞങ്ങൾ ഒരു പാറയും ഒരു പാറയുടെ അടപ്പ് ഇങ്ങനെ എന്നിട്ട് ഗുഹ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേജാണ്, അടിപൊളി സ്റ്റേജ്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇത് നമ്മുടെ തന്നെ എന്തോ ആവൂടാ, സ്വന്തമായിട്ട് തന്നെ ചമ്മി നിൽക്കുക, ഇതെന്തോ ആവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ ഞങ്ങളുടെ ചേട്ടന് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഖയൊക്കെ ഉണ്ടാക്കി, തിറകും ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് റിഹേഴ്സൽ ചെയ്തില്ല. വലിയ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരു പാറയും ഒരു അടപ്പും കൊണ്ടുവച്ച് ഇവർ മൊത്തം ലൈറ്റും കിട്ടും. അല്ലെങ്കിൽ മൊത്തം ഡാർക്ക് ആക്കിയിട്ട് അവിടെ മാത്രം ഒരു ചെറിയ ലൈറ്റ് കൊടുത്താൽ പിന്നെ എഫക്ട് ചെയ്തേനെ. ഇത് മൊത്തം ലൈറ്റ് വിട്ട് ഇവിടെ 2 പാറക്കഷ്ണം കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവച്ചേക്കുക, ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിട്ട് കിടക്കുക. അപ്പോഴേ ഞങ്ങൾ കിട്ടും എന്തുമായി തീരും. അവസാനം പാറ പൊട്ടുന്ന ഞാൻ സൗണ്ടിൻ്റെ സൗണ്ട് ഇത് ഈ പേമാരിയൊക്കെ വരുന്ന സൗണ്ടാണ്. അതാണ് ഞാൻ സൈഡിൽ നിൽക്കുക. പാറ ടപ്പൊട്ട് പൊട്ടി പാറ ഇങ്ങനെ മാറി ഞാൻ സൗണ്ട് അങ്ങനെ സൗണ്ട് ഇടുക. ഞാൻ കഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സൈഡോട് നോക്കിയിരുന്നപ്പം പാറ കിടക്കുന്ന മാറി പാറ 2ആയിട്ട് പോയി. ഫസ്റ്റ് മാലാഖ ചിറകൊക്കെ വെച്ച് വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇടിച്ചങ്ങ് ഗുഹയ്ക്കകത്തോട്ട് മാലാഖ ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റുന്നില്ല, 2 ചിറകും ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ മാലാഖ ഇങ്ങനെ ഇടിച്ചു നിന്നിട്ട് മാലാഖ ഒരു സ്റ്റെപ്പ് പുറത്തോട്ട് മാറി. ഇതൊക്കെ നാട്ടുകാർ കണ്ടോണ്ടിരിക്കുവോ, എന്തോ ഒരു കൂവനും ബഹളോ. മാലാഖ ഇങ്ങനെ പുറത്തോട്ട് മാറിയിട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറി പുറത്ത് വന്ന് ഇങ്ങനെ നിന്ന് മറ്റേ മാലാഖ ഇങ്ങനെ ഇറങ്ങി ഒരു മാലാഖ വരികയാണ്. 2 സൈഡും വന്ന് ഇങ്ങനെ നിന്ന്. അപ്പൊ യേശു ഇതെല്ലാം കണ്ട് ഭ്രാന്തനെ പോലെ ഒരു മുടിയ മേക്കപ്പ് കൊള്ളാത്തോണ്ട് ഒരു ഭ്രാന്തൻ, 4ാമത്തെ ഭ്രാന്തപ്പത്തേക്ക് യേശു നാണം കെട്ട്. അയ്യോ, പിന്നെ ഞാൻ റൂമിലോട്ട് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈ എനിക്ക് ഡ്രോയിങ് പെൻസിലൊക്കെ കളറൊക്കെ ആയതുകൊണ്ട് എനിക്ക് 3ാമത്തെ ദിവസമേ ഉള്ളൂ. ഞാൻ റൂമിലോട്ട് ചെന്നപ്പോൾ
ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരത്തുള്ളൂ. ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ വരത്തുള്ളൂ പറഞ്ഞ കക്ഷികൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുന്നു. വെളിയിലോട്ടിറങ്ങാൻ ചമ്മല്. ഇതിനകത്ത് അഭിനയിച്ചവരായിരുന്നു ഇങ്ങനെ നിൽക്കുക റെഡിയായി നിൽക്കുക. നിങ്ങൾ പോവാ. ഞങ്ങളുടെ ചേട്ടൻ, എന്റെ ദൈവമേ, ഒരു ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കുക. അച്ഛന് എന്തോ ബഹളം വിഷമം. എന്താച്ചാ ഒന്നുമില്ലടാ, എന്താച്ചാ ഞാൻ ഇത് പൊളിഞ്ഞെന്റെ സങ്കടമായിരിക്കും. എന്താച്ചാ കാര്യം പറ. എന്താച്ചാ എന്താ കാര്യം പറ. എടാ ഞാൻ ഇനി ആ സിസ്റ്ററിന്റെ മുഖത്ത് അങ്ങനെ നോക്കൂടാ. സിസ്റ്ററിന്റെ മുഖത്ത് അങ്ങനെ നോക്കുന്ന പറഞ്ഞിട്ടേ തലക്കൊരടി ഈ ഭിത്തി ചാരി താഴോടിങ്ങനെ നിരങ്ങിങ്ങനെ. സൂപ്പർ സ്റ്റോറി, ദ വേ യു നറേറ്റഡ്. ഞങ്ങൾ അത് ഫുൾ വിഷ്വലി ഞങ്ങൾ അത് കണ്ടു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഞാൻ ആ ഗുഹയും അവർ മാലാഖമാരെയും എല്ലാരെയും ഞാൻ കണ്ടു. ധാത്രി ദീദി, come on, പഠാൻ. Yay! ധാത്രി ദീദി ഡമാർ പഠാന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ we have the boys as the winners. Girls, നിങ്ങൾ നന്നായി ഫൈറ്റ് ചെയ്തു, പക്ഷേ യു ലോസ്റ്റ് ദിസ് എപ്പിസോഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. കം ഓൺ ഗേൾസ്, നമുക്ക് അടിച്ചു പൊളിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ വി വാണ്ട് ഒരു അടിപൊളി ഗാനം. ആരാണ് പാടാൻ പോകുന്നത്? ബോയ്സ് ടീം എന്നാണ് പാടുന്നത്. ആരാ പാടാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ എല്ലാവരും പഠിക്കുള്ളൂ, നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. സോ ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ ഫ്രം ഓൾ ഓഫ് us. ബൈ. തമരടിക്കണ കാലമായടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ. തമരടിക്കണ കാലമായടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ. മണൽ വാരണ കാലമായടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ. തെയ്യാമേ തെയ്യാമേ തെയ്യാ തെയ്യാ തെയ്യാമേ, തെയ്യാമേ തെയ്യാമേ തെയ്യാ തെയ്യാ തെയ്യാമേ. മുറിവാലൻ മീശയാനടി തെയ്യാമേ, അങ്കമാലിക്കാരനാണടി തെയ്യാമേ. മുറിവാലൻ മീശയാനടി തെയ്യാമേ, അങ്കമാലിക്കാരനാണടി തെയ്യാമേ. വീതിയുള്ള കൃതവാണടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി തെയ്യാമേ. തമരടിക്കണ കാലമായടി തെയ്യാമേ, കാശിന്റെ ക്ഷാമം തീർന്നടി.